الله أكبر الله أكبر الله أكبر لا إله إلا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. സൂറ ഹുജറാത്തിലെ 13-ാമത്തെ വചനമാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ ദക്കരിൻ വ ഉൻസ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ വിവിധ സമൂഹങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തു, ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയുവാൻ വേണ്ടി, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയൻ, ഏറ്റവും ആദരണീയൻ, അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവനാണ്, സൂക്ഷ്മതയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുള്ള ഉപദേശങ്ങളാണ് നൽകി വന്നത്. ഇവിടെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള വലിയ ഒരു സന്ദേശമാണ് അള്ളാഹു അറിയിക്കുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു മനുഷ്യരുടെ പ്രഥമ സൃഷ്ടിയെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച് കൊടുത്തിട്ടുള്ള ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നുമാണ് മനുഷ്യവംശത്തിൻ്റെ സൃഷ്ടി ആരംഭിച്ചിട്ടുള്ളത്. അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം എന്നർത്ഥം. ഖുർആൻ മറ്റ് സ്ഥലങ്ങളിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വാവുമാണ് ഇവിടെ ഉദ്ദേശം എന്ന് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യവംശത്തിൻ്റെ സൃഷ്ടിക്ക് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള നിലപാട് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഒരുമിച്ച ജീവിതവും അവർക്ക് സന്താനങ്ങൾ ജനിക്കുക എന്ന സമ്പ്രദായവുമാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള അപൂർവ സംഭവങ്ങളിലൊന്നാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം, പിതാവില്ലാത്ത ജനനം. അതുപോലെ മാതാവില്ലാതെ ഹവ്വാ റളിയല്ലാഹു അൻഹയെ ആദമിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതും ഈ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ പൊതുവായിട്ടുള്ള നിയമം മിൻ ദക്കരിൻ വ ഉൻസ, സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമായിക്കൊണ്ട് മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണ് പൊതുവായിട്ട് അള്ളാഹു സ്വീകരിച്ചതും നടപ്പിലാക്കിയിട്ടുമുള്ള നിയമം. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളവൻ വിവിധ ഷുഊബ്, ഷഅബുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഷഅബിൻ്റെ ബഹുവചനമാണ് ഷുഊബ്. ഷഅബ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സമൂഹം, ഒരുപാട് ഗോത്രങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഷഅബ് എന്ന് പറയുന്നത്. ആ ഒരു ഷഅബിൽ ധാരാളം കബീലകൾ, ഗോത്രങ്ങൾ ഉണ്ടാകും. അത് വലിയ വലിയ ഗോത്രങ്ങളും അതിൻ്റെ കീഴിൽ ഉപഗോത്രങ്ങളും ഉണ്ടാകും. അറബ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഗോത്ര വിഭാഗങ്ങളായിട്ടാണ് അറബ് ജനത മൊത്തമായിട്ടുണ്ടായിരുന്നത്.
രണ്ടായിട്ടാണ് വിഭജിക്കുന്നത്. സെമിറ്റിക് സമൂഹത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പുത്രൻ സാമ്, അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കാണ് സെമിറ്റിക് സമൂഹം എന്ന് പറയുന്നത്. ആ സെമിറ്റിക് സമുദായത്തിൽ രണ്ട് വിഭാഗമായിട്ടാണ് അറബ് വിഭാഗത്തെ തിരിക്കുന്നത്. ഒന്ന് അദ്നാനികൾ, മറ്റൊന്ന് കഹ്താനികൾ. അദ്നാൻ എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ട് വരുന്ന ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം ഷാബുകൾ എന്നാണ് അറബ് വംശം പറഞ്ഞു വന്നിട്ടുള്ളത്. ഇപ്പോൾ മുദർ ഒരു ഷാബാണ്, റബിയ ഒരു ഷാബാണ്, അൻമാർ ഒരു ഷാബാണ്, ഇയാദ് ഒരു ഷാബാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവരെ സംബന്ധിച്ചാണ് അറബികൾ എന്ന് പറയുന്നത്. ഈ അദ്നാൻ വിഭാഗത്തിൻ്റെ പുറമെ മറ്റ് വിഭാഗമാണ് കഹ്താൻ എന്ന് പറയുന്നത്. ആ കഹ്താനികളിലാണ് സബ, ഹിമ്യർ, അസദ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. മദീനയിലുണ്ടായിരുന്ന ഔസ്, ഖസ്റജ് ഗോത്രക്കാരൊക്കെ ഈ കഹ്താനി വിഭാഗത്തിൻ്റെ ശാഖോപശാഖകളിലായിട്ട് വരുന്നവരാണ്. ഇങ്ങനെ മൊത്തത്തിൽ അറബ് വംശത്തെ രണ്ടായി തിരിക്കുന്നു. അതിൽ ഒരുപാട് ഷാബുകൾ, ആ ഷാബുകൾക്ക് കീഴിൽ ഒരുപാട് കബീലകൾ. ഏതെങ്കിലും ഒരു പിതാമഹനിലേക്ക് ചേർത്തുകൊണ്ട് വരുമ്പോൾ അത് കബീലയായിട്ട് മാറുന്നു. ഇപ്പോൾ ഖുറൈശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പരമ്പരകളെയാണ് ഖുറൈശികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഉപഗോത്രമാണ് ഹാഷിം, ഹാഷിമികൾ എന്ന് പറയുന്നത്. ആ ഹാഷിം എന്ന് പറയുന്ന അയാളുടെ സന്താനങ്ങൾക്കാണ് ഹാഷിമികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ സന്തതികൾ എന്ന പേരിൽ അവർ അറിയപ്പെടും. ആ തലമുറകൾ പിന്നിട്ട് വരുമ്പോഴും അവർ കബീലയായിട്ട് മാറുന്നു. അതാണ് വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ അള്ളാഹു വിവിധ ഷാബുകൾ, സമുദായങ്ങളും വഖബായില, കബീലകളും ആക്കി മാറ്റിയിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുള്ളത്? ലിതആറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ആളുകൾ ആരാണ്, എവിടത്തുകാരനാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് തിരിച്ചറിയലാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ആദരണീയൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. ഗോത്രത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് മഹത്വമില്ല, ഉന്നതിയില്ല. മറിച്ച് റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഉന്നതി ലഭിക്കണോ, നിങ്ങളിൽ തഖ്വയുണ്ടോ ഇല്ലയോ, ആർക്കാണോ ഭക്തി കൂടുതലുള്ളത്, ഇതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരത്തിനുള്ള മാനദണ്ഡം. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ആർക്ക് ഭക്തിയുണ്ട്, ആരാണ് കൂടുതൽ ഉന്നതി കൈവരിക്കാൻ അർഹതപ്പെട്ടവൻ, ഇക്കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് കൃത്യമായിട്ടും അറിയാം. ഖുർആനിൻ്റെ ഈ ആയത്ത് അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കാൻ പോകുന്ന സന്ദർഭമാണ്. ഒരു രാജ്യം കീഴടങ്ങുകയും ആ വിജയദിനത്തിൽ ചെയ്യുന്ന പ്രത്യേകമായ കർമ്മങ്ങൾ എക്കാലത്തും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഏത് രാജ്യമാണെങ്കിലും ഏത് സമൂഹമാണെങ്കിലും പൊതുവായിട്ടുള്ള അതിൻ്റെ മാനദണ്ഡം അതാണ്, അവസ്ഥ അതാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിനത്തിൽ ബാങ്ക് വിളിക്കേണ്ട സന്ദർഭം വന്നു. കഅബയുടെ ശുദ്ധീകരണമെല്ലാം പൂർത്തീകരിച്ച് മക്കയിലെ നേതാക്കന്മാരെല്ലാം പ്രവാചകൻ്റെ സന്നിധിയിൽ ഹാജരായി സർവരും പ്രവാചകൻ്റെ മാപ്പ് ലഭിച്ചുകൊണ്ട് വളരെ പ്രവാചകൻ്റെ ഏത് നിർദ്ദേശങ്ങളും ചെവിയോർക്കാൻ കാത്തിരിക്കുന്നൊരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിൽ ആദ്യമായി ബാങ്ക് വിളിക്കുന്ന ഉത്തരവാദിത്വം ബിലാൽ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ആ കർമ്മം നിർവഹിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് അത്താബ് ബിൻ അസൈദ് എന്ന് പറയുന്ന ആൾ, പിന്നെ അദ്ദേഹം ഇസ്ലാമായിട്ടുണ്ട്, അദ്ദേഹം പറയുകയാണ് ആ സമയത്ത്, അൽഹംദുലില്ലാ, എൻ്റെ വാപ്പാൻ അള്ളാഹു നേരത്തെ കൊണ്ടുപോയി, വല്ലാത്തൊരു ഖൈറായി, നന്മയായത്. പിതാവ് ഇപ്പോൾ ഇത് കാണേണ്ട അവസ്ഥ വന്നില്ലല്ലോ. ഇത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഹാരിസ് ബിൻ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, മാ വജദ മുഹമ്മദുൻ ഹാദൽ ഖുറാബിൽ അസ്വദി മുഅദ്ദിനൻ, ഈ കർമ്മം നിർവഹിക്കുവാൻ കറുത്ത കാക്കയെ പോലെയുള്ള ഈ മനുഷ്യനെ അല്ലാതെ, ബിലാലിനെ അല്ലാതെ മറ്റൊരാളെയും മുഹമ്മദിന് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരും എന്ന് പറഞ്ഞു. ഈ മൂന്നാളുകളുടെയും സ്വകാര്യ സംസാരം നടക്കുമ്പോൾ അത് കേട്ടിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ ഒന്നും ഇതിൽ പ്രതികരിക്കുന്നില്ല. കാരണം എന്ത് പറഞ്ഞാലും ആകാശത്തിലെ റബ്ബ് ആ വിവരം മുഹമ്മദിന് അറിയിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. ഈ വളരെ സ്വകാര്യമായിട്ടാണ് ഈ ആളുകൾ ഈ വിഷയം സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് വന്നു. എന്നിട്ട് വിവരം പ്രവാചകനെ അറിയിച്ചു. അള്ളാഹു റസൂൽ ഈ 4 ആളുകളെയും വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിച്ചിരുന്നോ? അവർ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ആശ്ചര്യമായി. കാരണം അവർ മാത്രം കേൾക്കുന്ന രീതിയിൽ അതീവ സ്വകാര്യമായിട്ടാണ് ഇക്കാര്യം സംസാരിച്ചത്. കാരണം ഒരു വിജയദിനത്തിൽ, പ്രവാചകന്റെ വിജയദിനത്തിൽ ആ വിജയം ആഘോഷിക്കുന്നത് ഈ ബാങ്ക് വിളിച്ചുകൊണ്ടാണ്. മക്കയിലെ ഹറമിൽ ആദ്യമായിട്ട് ബാങ്കിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആ വലിയ ഒരു ദൗത്യം, മഹത്തായൊരു കർമ്മം നിർവഹിക്കുവാൻ കറുത്ത ആഫ്രിക്കക്കാരനായ ബിലാൽ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചത് അവർക്കാർക്കും സഹിച്ചില്ല. കാരണം മക്കക്കാരുടെ ഒരു കാലഘട്ടത്തിൽ അടിമയായി ജീവിച്ച ആളാണ്. അടിമയായതിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു വിശ്വസിച്ചപ്പോൾ അങ്ങനെ കടുത്ത മർദ്ദനങ്ങളൊക്കെ അനുഭവിച്ച അവർ താഴേക്കടയിൽ കാണുന്ന കറുത്തവനും അടിമയുമായിരുന്നൊരു മനുഷ്യൻ ഈ അത്യുന്നതമായ കർമ്മം നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഇടയിൽ വല്ലാത്തൊരു വിഷമമുണ്ടായി. ആ വിഷമമാണ് ഈ ഖുറൈശി നേതാക്കന്മാർ പരസ്പരം പങ്കുവെച്ചത്. ഈ കറുത്ത കാക്കയെ പോലെയുള്ള ഇവനല്ലാതെ മറ്റാരെയും മുഹമ്മദിന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അക്കാര്യം പറഞ്ഞു. അവരത് അംഗീകരിച്ചു. ഇതിൻ്റെ പേരിൽ തന്നെ ഈ ആളുകളെല്ലാം പിന്നീട് ഇസ്ലാം ആവുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്ന ഒന്ന്. യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളുടെ എല്ലാം പിതാവ് ആദമാണ്. ആദമോ മണ്ണിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമൂഹത്തെ ആവർത്തിച്ച് പഠിപ്പിച്ചൊരാശയമാണത്. കുല്ലുക്കും ബനു ആദം, എല്ലാം ആദമിൻ്റെ പുത്രന്മാരാണ്. വ ആദമു ഖുലിക മിൻ തുറാബ്, ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നുമാണ്. വലയന്തഹിയന്ന ഖൗമുൻ യഫ്ഖറൂന ബി ആബായിഹിം, പിതാക്കന്മാരെ കൊണ്ട് ദുരഭിമാനം നടിക്കുന്ന ആളുകൾ അത് അവസാനിപ്പിക്കട്ടെ. ഔലയകൂനന്ന അഹ്വന അലല്ലാഹി തആല മിനൽ ജുഅലാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വണ്ടിനേക്കാളും നിസ്സാരമായ സ്ഥാനമാണ് ഉണ്ടാവുക. തറവാടും ഗോത്രവും പറഞ്ഞുകൊണ്ട് മഹത്വം പറയുന്ന വ്യക്തികൾക്ക് വണ്ടിൻ്റെ അത്രയും അള്ളാഹുവിനടുക്കൽ ഒരു സ്ഥാനമോ വിലയോ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം. എല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്. എല്ലാവരും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ അടിസ്ഥാന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പലപ്പോഴുമായി നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് വലിയൊരു ആദർശമായിട്ടാണ്, വിപ്ലവകരമായ ഒരു മുദ്രാവാക്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗോത്രങ്ങൾ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഗോത്രങ്ങൾ വിവിധ തട്ടുകളായി ജനങ്ങൾ തിരിച്ചിട്ടുണ്ട്. ചില ഗോത്രക്കാർ സ്വയം മനസ്സിലാക്കുന്നത് ഞങ്ങൾ താഴേക്കടയിൽ ജീവിക്കേണ്ടവരാണ്, അങ്ങനെ ഞങ്ങൾ താഴ്ന്നവരാണെന്ന് സ്വയം അംഗീകരിക്കുന്ന അധമ മനസ്ഥിതിയുള്ള ആളുകൾ ഒരു അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട്. ഒരു ഗ്രാമീണനായ അറാബിയോട് ഒരാൾ ചോദിച്ചു, നീ ബാഹിലി ആയിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. ബാഹിലി ഗോത്രം അന്ന് താഴേക്കടയുള്ള ഗോത്രമായി പരിഗണിക്കപ്പെട്ടതായിരുന്നു. ബാഹിലി, അതുപോലെ ലുബൈഅ, ബനു ഉക്കൽ, ഇതൊക്കെ വളരെ താഴേക്കടയുള്ള ഗോത്രങ്ങളായിട്ടാണ് സമൂഹം പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഇയാൾ കുറച്ചു നേരം തല താഴ്ത്തി നിന്നിട്ട് പിന്നെ പറഞ്ഞു, ഒരു കണ്ടീഷനുണ്ട്, സ്വർഗത്തിലുള്ള ആരും ഞാൻ ബാഹിലി ഗോത്രക്കാരനാണെന്ന് അറിയാതിരിക്കുന്ന രീതിയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം എനിക്ക് വേണം, പക്ഷെ അവിടെ ഉള്ള ഒരാളും അതറിയാൻ പാടില്ല. അതാണ് അയാളുടെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ ഞാൻ ബാഹിലിയാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞുകൂടാ എന്നാണ്. അത്രയും മോശമായിട്ട് അധമ ഗോത്രമായിട്ടാണ് ആ ഗോത്രത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. അതായിരുന്നു ആ കാലഘട്ടത്തിലെ ഗോത്ര സമ്പ്രദായത്തിൻ്റെ അവസ്ഥ.
ഉയർന്നവരും താഴ്ന്നവരുമായി ജനങ്ങളെ തരംതിരിച്ച് ഗോത്രത്തിൻ്റെ പേരിൽ മഹത്വവും ഉന്നതിയും നടിക്കുന്നൊരു വിഭാഗം, മറ്റ് ഗോത്രങ്ങളെ അധിക്ഷേപിക്കുന്ന വിഭാഗം. അക്കാലത്ത് കവിതകളൊക്കെ അങ്ങനെയാണ്. ഫറസ്ദക്ക്, ജരീർ എന്നൊക്കെ പറയുന്ന അക്കാലത്തെ വലിയ അറിയപ്പെടുന്ന പ്രസിദ്ധരായ കവികളുണ്ട്. അവരെ കവിതയിലെല്ലാം ഉള്ളൊരു പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഗോത്ര മഹത്വം പറയുകയാണ്. ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന ഉന്നതരായ വ്യക്തികളുണ്ട്, മറുഭാഗത്തുള്ള നിങ്ങൾക്കതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഗോത്രങ്ങളെ ഇകഴ്ത്തുകയും സ്വന്തം ഗോത്രത്തിൻ്റെ ഫഹർ, മഹത്വം അമിതമായ രീതിയിൽ തന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായം നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ്. അക്കാലത്തെ ജനവിഭാഗത്തോടാണ് പറയുന്നത്, നിങ്ങളെല്ലാം സൃഷ്ടിച്ചത് മിൻ ദക്കരിം വ ഉൻസ, എല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാവരും ആദമിൻ്റെ സന്തതികളാണ്. ആദമിൻ്റെ ഇണയാണ് ഹവ്വ. ആ ഒരു പിതാവിൻ്റെ മക്കളാണ് നിങ്ങളെല്ലാം. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ആർക്കും ആരേക്കാളും എന്തെങ്കിലും ഒരു മഹത്വം അവകാശപ്പെടാനില്ല എന്ന് കൃത്യമായും അള്ളാഹുവും റസൂലും സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സന്ദർഭത്തിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അക്രം, മനുഷ്യരിൽ ഉന്നതരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അക്രമുഹും ഇൻദല്ലാഹി തആല അത്ഖാഹും, അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയനായ മനുഷ്യനാരാണ്? അത്ഖാഹും, ഏറ്റവും നല്ല ഭക്തിയുള്ള സൂക്ഷ്മത ജീവിതം പുലർത്തുന്ന വ്യക്തി. അപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾ അതേക്കുറിച്ചല്ല ചോദിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ അക്രമുന്നാസ് യൂസുഫു നബിയുല്ലാ ഇബ്നു നബിയില്ല ഇബ്നു നബിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമാണ് ഉന്നതനായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം നബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹവും ഉന്നതനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ പുത്രനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. അപ്പോൾ അതുകൊണ്ട് ആ 4 മക്കളും പരിഗണിക്കുമ്പോൾ പ്രവാചകന്മാരെ ശൃംഖലയിലൂടെ വന്നിട്ടുള്ളവരാണ്, അദ്ദേഹമാണ് ഉന്നതൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രവാചകത്തെ കുടുംബത്തിൽ ശിക്ഷണത്തിൽ വളർന്നു വന്ന ആളുകളാകുമ്പോൾ അതിൻ്റെതായ മഹത്വോന്നതി ഉണ്ടാവും, നന്മ ആ ആളുകളുടെ വ്യക്തികളുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു, ലൈസ അൻഹാദാ നസ്സലുക്, അതല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അവർ റസൂലുള്ളാഹി ചോദിച്ചു, ഫഅമ്മ ആദിനിൽ അറബി തസ്സലൂനി, അറബ് ഗോത്രങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതേ എന്ന് പറഞ്ഞു. ഫഖിയാറുക്കും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു, ജാഹിലിയത്തിലെ നല്ല ആളുകളുണ്ടല്ലോ, അവർ ഇസ്ലാം മതം സ്വീകരിച്ച് മതത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ നേടി നന്നായി ജീവിക്കുന്നുവോ അവർക്ക് ഇസ്ലാമിൽ ഉന്നതിയുണ്ട്. ജാഹിലിയത്തിലെ ഉന്നതരായ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാതിരുന്നാൽ ആ ഉന്നതിയില്ല. ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മതത്തിൻ്റെ അറിവും ജീവിതവും സ്വീകരിക്കാതിരുന്നാലും ഉന്നതി ലഭിക്കില്ല. അപ്പോൾ ഉന്നതിയുടെ അടിസ്ഥാനം ഗോത്ര പാരമ്പര്യമോ തറവാടിത്തമോ അല്ല, മറിച്ച് ഉന്നതി ലഭിക്കുന്നത് അറിവും ജ്ഞാനവും നേടി ഭക്തിയുള്ള ജീവിതം നയിക്കുക. ഇതാണ് വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉന്നത ഗോത്രത്തിലൊരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഒരു സമയത്ത് മറ്റ് ഗോത്രത്തിൽപ്പെട്ട ആളുകളെ ആക്ഷേപിക്കുന്നൊരു സ്വരം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ്, ഇന്നകംറഉൻ ഫീക ജാഹിലിയ്യ, ജാഹിലിയത്ത് നിന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായിരുന്ന അജ്ഞാനകാലത്തെ സംസ്കാരം അത് നിന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തെ ഒരു സമയത്ത് പഠിപ്പിച്ചത്, നല്ല പോലെ ആലോചിക്കുക, നീ ഈ കാണുന്ന കറുത്തവരെക്കാളോ ചുവന്നവരെക്കാളോ ഒട്ടും ഖൈറുള്ളവനായി തീരില്ല. എന്ത് വേണം? ഇല്ലാ അൻ ഫദ്ദിലഹു ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭക്തി കൊണ്ട് മറ്റുള്ളവരെക്കാൾ നീ ഉന്നതനായി തീരണം. ആ ഒരു ശ്രേഷ്ഠത നിനക്കുണ്ടെങ്കിൽ മാത്രമേ ഉന്നതനാകാൻ കഴിയുള്ളൂ. ഗോത്രമഹത്വം കൊണ്ടോ തറവാടിത്വം കൊണ്ടോ നിനക്ക് മറ്റുള്ള കറുത്തവനേക്കാളോ മറ്റുള്ള നിറക്കാരേക്കാളോ ഉന്നതിയാകാൻ സാധ്യമല്ല. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു വസ്തുതയാണ്. സമൂഹത്തിൽ എക്കാലത്തും ഈ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
കറുത്ത മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ ലോകത്ത് ഈ അടുത്ത കാലത്ത് തയ്യാറായത്. അതും നിയമത്തിൽ മാത്രം അംഗീകരിക്കപ്പെട്ട അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എത്രയോ രാജ്യങ്ങളിൽ കറുത്തവൻ പുച്ഛഭാവത്തോടെ തന്നെയാണ് വീക്ഷിക്കപ്പെടുന്നത്. അവർക്ക് പല സ്ഥാപനങ്ങളിലും ജോലികളിലും പ്രവേശനം വരെ നിഷേധിക്കപ്പെടുന്നുണ്ട്. കാരണം യോഗ്യതയില്ലാത്തതുകൊണ്ടല്ല, കറുത്തവനായി എന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലും ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമൊക്കെയായി വിവിധ ജാതികളായി സമൂഹത്തെ തിരിച്ചിട്ട് അതിലേറ്റവും താഴേപ്പടിയുള്ള ജാതികൾ, ചണ്ടാളന്മാരും അതുപോലുള്ള ആളുകളെയും പുച്ഛഭാവത്തോടെ കണ്ടിരുന്നു. ജാതീയതയുടെ പേരിൽ ഒരുപാട് ദുരനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. കേരളത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന സമരമാണ് ചാന്നാർ കലാപം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ ആ മേഖലയിൽ നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരുന്നുണ്ട്. അത്രമാത്രം അവഗണിക്കപ്പെട്ടൊരു വിഭാഗമായി ആ മനുഷ്യന്മാരെ കണ്ടിരുന്നു. കുമ്പിളിൽ കഞ്ഞി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു അത് ഒരു കാലഘട്ടങ്ങളിൽ. അത്രത്തോളം ജാതിയും ഉപജാതിയുമായി സമൂഹത്തെ തരംതിരിച്ച് ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൻ്റെ ഉന്നതന്മാരാണ് ജന്മന, മറ്റൊരു വിഭാഗം ജന്മന അധമരായി ജീവിക്കേണ്ടവരാണ് എന്ന് അവരെ മനസ്സിലാക്കുകയും അവരും അങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. ആ ഒരു രീതി സമൂഹത്തിൽ വന്നിരുന്നു. ഈ അടുത്ത കാലം വരെയും നമ്മുടെ സമൂഹത്തിൽ അത് നിലനിൽക്കുന്നു. ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജാതി സംസ്കാരം മുട്ടുമാറാതെ നിലനിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ചുട്ടുകരിച്ചതും മലം തീറ്റിച്ചതുമായ വാർത്തകളൊക്കെ സമീപകാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഇന്നുമുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് വളരെ പുരോഗതി പ്രാപിച്ച ആധുനിക മനുഷ്യൻ്റെ മനസ്സിൽ പോലും ഈ വിവേചനങ്ങൾ നിലനിൽക്കുകയാണ്. വർണ്ണത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ വിവേചനം നിലനിൽക്കുകയാണ്. എന്നേക്കുമായി അത് അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു മാതാപിതാക്കളുടെ സന്തതികളാണ് എന്ന മഹത്തായ ഒരു ആദർശമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇത് പ്രഖ്യാപനം മാത്രമല്ല, ജീവിതത്തിൽ നടപ്പിലാക്കി. ആ രംഗമാണ് ഈ ഖുറൈശി പ്രമാണിമാർക്ക് സഹിക്കാതിരുന്നത്. മക്ക വിജയദിനത്തിൽ അടിമയും കറുത്ത ആഫ്രിക്കക്കാരനുമായിരുന്ന ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് സംഭവം. ആ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിലൂടെ മുസ്ലിം ലോകത്തിന്, മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിടെ ഉപദേശിക്കാനുള്ള കാരണം അതാണ്. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളവൻ വിവിധ ഗോത്രങ്ങളും സംഘങ്ങളും സമുദായങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിതആറഫു, പരസ്പരം അറിയാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ തറവാടും കുടുംബവും എന്നൊക്കെ പറയുന്നത്. അതിൽ കവിഞ്ഞ് അതിന് പ്രത്യേകിച്ച് ദൗത്യമോ അല്ലെങ്കിൽ ലക്ഷ്യമോ അതുകൊണ്ട് പ്രത്യേകിച്ച് മഹത്വമോ ഉന്നതിയോ കൈവരിക്കാൻ സാധ്യമല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ പ്രാവർത്തികമായി നടപ്പിലാക്കിയ ഒരുപാട് സംഗതികളുണ്ട്. ഇസ്ലാമിലെ ഹജ്ജ്, നമസ്കാരം, ഇതുപോലുള്ള കർമ്മങ്ങളിലെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് സഫായി നമസ്കരിക്കുന്ന, അണിയായി നിൽക്കുന്നത്. അവിടെ ജാതീയതയോ ഉപജാതിയോ ഗോത്രങ്ങളോ ഒന്നുമില്ല. ഉന്നത തറവാട്ടിൽപ്പെട്ടവനായിരിക്കും പിന്നിൽ തുടർന്ന് നമസ്കരിക്കുന്നവൻ. മുന്നിലുള്ള ഇമാമായി നിൽക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന വ്യക്തി സമൂഹത്തിലെ താഴേക്കടയിൽ എന്ന് വീക്ഷിക്കപ്പെട്ട ഗോത്രത്തിലെ ആളായിരിക്കും. അത്തരം വിവേചനങ്ങളില്ല. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയുന്നു, കൈ കൊടുക്കുന്നു. അവിടെ തൊട്ടുകൂടായ്മയില്ല. പരസ്പരം ആലിംഗനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ, ആരാധനകളെല്ലാം തന്നെ ഈ സാഹോദര്യത്തിൻ്റെ കണ്ണികൾ വിളക്കി ചേർക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ താഴെ കുടുംബത്തിലുള്ള ആളുകളിൽ നിന്ന് വിവാഹം ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഗോത്ര സമ്പ്രദായം അത്രയും രൂക്ഷമായിരുന്ന കാലത്ത്. അതുകൊണ്ട് മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സമൂഹത്തിൽ കൊള്ളരുതാത്ത സംഗതി ചെയ്തതായിട്ടാണ് ജനങ്ങൾ വീക്ഷിച്ചിരുന്നത്. അത്തരമൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ പ്രവാചകൻ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു വ്യക്തി കടന്നുപോയി. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഭിപ്രായം ചോദിച്ചു. അഭിപ്രായം ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അയാൾ കൊള്ളാവുന്ന വ്യക്തിയാണ്, വിവാഹം അന്വേഷിച്ചാൽ അയാൾക്ക് വിവാഹം ലഭിക്കും, അയാൾ ഏതെങ്കിലും കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്താൽ അയാളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും, അയാൾ പറയുമ്പോൾ ആളുകളത് കേൾക്കുകയും ചെയ്യും. പിന്നെ കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ അതിലെ മറ്റൊരു മനുഷ്യൻ കടന്നുപോയി. അയാൾ പരമദരിദ്രനായ ഒരു മനുഷ്യനാണ്. ആ ഫക്കീറായ മനുഷ്യൻ കടന്നുപോയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാ തഖൂലൂന ഫീ ഹാദാ, ഇയാളെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ആളുകൾ പറഞ്ഞു, അയാൾ വിവാഹം അന്വേഷിച്ചാൽ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂല, അയാൾ ആർക്കെങ്കിലും വേണ്ടി ശുപാർശ പറഞ്ഞാൽ അത് കേൾക്കാൻ ആളുകൾ തയ്യാറല്ല, അയാൾ സംസാരിച്ചാൽ അതാരും ശ്രവിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ, ഇയാളെപ്പോലെയുള്ള ആളുകളാണ് ഈ ലോകത്ത് ആവശ്യമുള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആളുകളെപ്പോലുള്ളവർ ഭൂമി നിറയെ ഉണ്ടായിരുന്നാലും അതിനേക്കാളും ഉത്തമമായ വ്യക്തി ഇപ്പോൾ കണ്ട ഈ ഫക്കീറാണ്, പരമദരിദ്രനായ മനുഷ്യനാണ്. അങ്ങനെയാണ് തിരുത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പോൾ ധനവും ഗോത്രവും സ്ഥാനപദവികളൊന്നുമല്ല ഒരു വ്യക്തിക്ക് അംഗീകാരം നൽകുന്നതിൻ്റെ മഹത്വമെന്ന് പ്രവാചകൻ ആളുകളെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ വിവാഹം ചെയ്തു. പലപ്പോഴും ഈ തറവാടും ഗോത്രമൊക്കെ നമ്മുടെ നാട്ടിൽ പോലും അന്വേഷിക്കാറുള്ളതൊക്കെ വിവാഹ രംഗങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ ആളുകൾക്ക് തറവാടും ഗോത്രമൊക്കെ നോക്കണം, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, തറവാട്ടുകാർ തമ്മിലാണ് വിവാഹം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ വിവാഹം ചെയ്തു. അയാൾ വിവാഹം ചെയ്യാനുള്ള മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ച മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞത് ദീനാണ് നോക്കേണ്ടത്, മതനിഷ്ഠയും സ്വഭാവ ഗുണവുമാണ് ദമ്പതികൾക്കുണ്ടാകേണ്ട യോഗ്യത. ഇത് ഉള്ള ആളുകളെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്. അയാൾ അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കണ്ടെത്തുകയും വിവാഹം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ പെണ്ണിൻ്റെ കുടുംബം, അവരുടെ തറവാട് സമൂഹത്തിൽ അത്ര തന്നെ ഇവരെപ്പോലെ പ്രശസ്തമായ കുടുംബമല്ല. അപ്പോൾ ഏത് കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്? ഇന്ന ഗോത്രത്തിൽ നിന്നാണ്. ആളുകൾ ആക്ഷേപിച്ച് പറയാൻ തുടങ്ങി. അയാൾക്കൊരു പ്രയാസമായി തോന്നുന്നു ജനങ്ങളുടെ ഈ സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ വിവാഹം ചെയ്ത് തറവാടും ഗോത്രവും നോക്കിയിട്ടല്ല, ദീനുണ്ട്, മതബോധമുണ്ട്, സ്വഭാവ ഗുണങ്ങളുണ്ട്, അത്തരമൊരു കുട്ടി എന്ന നിലക്കാണ് ഞാൻ വിവാഹം ചെയ്തത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, അതുകൊണ്ട് യാതൊരു പ്രയാസവും നിനക്ക് വരാനില്ല. നീ ആളുകൾ പറയുന്ന അത്തരം തറവാട്ടുകാരി ആയില്ല എന്നതുകൊണ്ട് ഒരു പ്രയാസവും നിനക്കില്ല, നിന്റെ ജീവിതം നന്നായി തീരുമെന്ന് പ്രവാചകൻ പ്രശംസിച്ച് പറയുകയാണ് ചെയ്തത്. അതാണ് വിവാഹത്തിന് ഇസ്ലാം നിശ്ചയിക്കുന്ന മാനദണ്ഡം. ഒരു വ്യക്തിയെ അളക്കുന്നതിൻ്റെ മാനദണ്ഡം അതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കാലഘട്ടങ്ങളിലെ സ്വഹാബികൾ സമൂഹത്തിൽ പലതരം ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ട്. പല ഗോത്രത്തിൽപ്പെട്ടവരുണ്ട്. പരസ്പര വിവാഹം നടന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ളത് ഖുറൈശി പ്രമുഖനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. മദീനയിൽ അന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ വ്യാപാരിയാണ്, ധനികനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തിട്ടുള്ളത് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം മുമ്പ് അടിമയായിരുന്നു. കറുത്ത ചുരുണ്ട മുടിയുള്ള ചപ്പിയ മൂക്കുള്ള ശരിയായ ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം. ആഫ്രിക്കൻ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് മക്കയിൽ മാർക്കറ്റിൽ വിൽക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ധനികനും ഖുറൈശിയും എല്ലാ അർത്ഥത്തിലും ഉന്നതനുമായി അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ ഔഫ് തൻ്റെ സഹോദരി വിവാഹം ചെയ്തു കൊടുത്തത്. കാരണം സ്വർഗത്തിലേക്കുള്ള കറുത്ത മുത്താണ്. അതാണ് അതിൻ്റെ മാനദണ്ഡം. അതാണ് സഹാബത്ത് സ്വീകരിച്ച നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹജ്ജാം ഉണ്ടായിരുന്നു. ഹജ്ജാം ഈ പഴയ കാലത്തൊരു ചികിത്സാ രീതിയാണ്, കൊമ്പ് വെക്കുക എന്ന ചികിത്സ ഉണ്ട് ഇവിടെ. ഇപ്പോഴും ഇവിടെ ഹജ്ജാമുണ്ട്. നമ്മുടെ നാട്ടിലെ ബാർബർമാരുടെ
ചെയ്തിരുന്നൊരു പ്രവൃത്തിയാണ് കൊമ്പ് വെക്കൽ ചികിത്സ. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേക രീതിയിലുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ട് അവിടെയുള്ള ദുഷിച്ച ചോര എടുത്തു കളയുന്ന ഒരു രീതിക്കാണ് ഈ കൊമ്പ് വെക്കുക, ഹജ്ജാം എന്ന് പറയുന്ന ചികിത്സ. നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം. ഹജ്ജാം എന്നുള്ള അടിച്ചു നോക്കിയാൽ അത് ചെയ്യുന്ന രീതികളും ബ്ലഡ് എടുക്കുന്നതൊക്കെ കാണാവുന്നതാണ്. ഇവിടെ പച്ചക്കറി മാർക്കറ്റിൻ്റെ പരിസരത്ത് അതിൻ്റെ കടകളുണ്ട്, ഹജ്ജാമിൻ്റെ വൈദ്യശാലകൾ പോലെ. അപ്പോൾ അന്നുമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അബൂ ഹിന്ദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹമായിരുന്നു പ്രവാചകന് കൊമ്പ് വെച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞത്, മൻ സർറഹു അൻ യൻദുറ ഇലാ മൻ സബ്ബറല്ലാഹു ഈമാന ഫീ ഖൽബിഹി ഫൽയൻദുർ ഇലാ അബീ ഹിന്ദ്. മനസ്സിൽ വിശ്വാസം അള്ളാഹു രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയെ കാണാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, നിങ്ങൾ അബൂ ഹിന്ദിനെ കണ്ടോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ അബൂ ഹിന്ദ് വിവാഹം ചെയ്തിട്ടുള്ളത് ബനൂ ബയാദ ഗോത്രത്തിലെ അവരുടെ അടിമയായി ജോലി ചെയ്തിരുന്ന അതേ അബൂ ഹിന്ദ് ആ ഗോത്രത്തിൽ നിന്ന് വിവാഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. അപ്പോൾ അവർക്കിടയിലൊരു സംസാരം വന്നു. നമ്മുടെ ഗോത്രത്തിലെ മൗലയായി മറ്റുള്ളൊരു വ്യക്തി, ആ ഗോത്രത്തിലെ അടിമയായി അവരുമായി ചുറ്റിപ്പറ്റി കഴിയുന്നൊരു വ്യക്തി, അതും ഹജ്ജാമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, അതേ കുടുംബത്തിലുള്ളൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കിടയിൽ ചെറിയ സംസാരങ്ങളുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തീരുമാനം എന്താണോ അതാണ് എൻ്റെ തീരുമാനം. പ്രവാചകൻ അങ്ങനെ ഒരു വിവാഹം ഉദ്ദേശിക്കുന്നു, ഞാനത് സംതൃപ്തിയോടെ സ്വീകരിക്കുന്നു, എനിക്കതൊരു പ്രയാസമില്ല. കുട്ടിക്ക് പ്രയാസമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുടുംബത്തിന് അഭിപ്രായം മാറ്റേണ്ടി വന്നു. അങ്ങനെ വിവാഹം നടന്നു. പ്രായോഗിക തലത്തിൽ അള്ളാഹു റസൂൽ അങ്ങനെ നടപ്പിലാക്കി നടത്തും. ഖുറൈശി വനിതയാണ്, പ്രവാചകന്റെ അടുത്ത ബന്ധുവാണ് സൈനബ. ആ സൈനബ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത് സെയ്ദിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ഒരു കാലത്ത് അടിമയിൽപ്പെട്ടവരാണ്. ആ അടിമയായി ജീവിച്ചിട്ടുള്ള ഖുറൈശികളുടെ അടിമയായി ജീവിച്ച സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അതേ കുടുംബത്തിലെ തന്നെ സൈനബ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തു. കാരണം വിവാഹങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഈ വിഭാഗീയത അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വഹാബികൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രായോഗിക തലത്തിൽ ഇത് നടപ്പിലാക്കുകയും മതവും ഭക്തിയും സ്വഭാവ ഗുണങ്ങളും നോക്കി വിവാഹം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തു. എല്ലാവരും ആദമിൻ്റെ സന്തതികളാണ്, ഭക്തിയും തഖ്വയും കൊണ്ട് മാത്രമേ ഉന്നതിയുള്ളൂ എന്ന ബോധം അവരെ മനസ്സിൽ രൂഢമായി. അങ്ങനെ ആ വിഭാഗീയത അവസാനിച്ച് പരസ്പരം വിവാഹം പോലും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് സമൂഹത്തിൽ നല്ല ഒരു മാറ്റങ്ങൾ വന്നു. ഇന്നും ലോകത്തിന് ആവശ്യമുള്ള ഒരു സംഗതി അതാണ്. കൂടെ ഇരിക്കുന്നവൻ്റെ രക്തവും എൻ്റെതും ചുവപ്പാണ്, വർണ്ണത്തിൽ വ്യത്യാസമില്ല എന്ന് സ്വന്തം മനസ്സിന് അംഗീകരിപ്പിക്കാൻ കഴിയണം. അത് കഴിയുന്നില്ല എന്നതാണ് ഇന്നും ലോകം ഉപകരിക്കുന്ന മാനവികതയ്ക്കുള്ള വെല്ലുവിളിയായി നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഇസ്ലാം വിജയിച്ചതും സമൂഹത്തിന് മഹത്തായ മാതൃക സൃഷ്ടിച്ചിട്ടുള്ളതുമായ കാര്യം. മറ്റൊന്ന്, ഈ ആയത്ത് നൽകുന്ന മറ്റൊരു സന്ദേശം മിൻ ദഖരിൻ വ ഉൻഥ, ഖുർആനിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. ആ പ്രയോഗത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളായ പൗരാണിക പണ്ഡിതന്മാർ ഈ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായും സമൂഹത്തെ പഠിപ്പിച്ചൊരു കാര്യം, പൂർവ്വകാലത്തുണ്ടായിരുന്ന ഭ്രൂണശാസ്ത്രത്തെ പറ്റിയുള്ള ധാരണകൾ തെറ്റാണെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നു എന്നാണ്. പഴയ കാലത്തുള്ള സമൂഹത്തിലെ വിശ്വാസം പുരുഷനിൽ നിന്ന് മാത്രമായിട്ടാണ് സന്താനം ജനിക്കുന്നത്, സ്ത്രീയുടെ ഗർഭപാത്രം മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ്. എന്നാൽ ഖുർആൻ കണിശവും കൃത്യവുമായി പറഞ്ഞ ഈ പ്രയോഗം പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്നാണ്. ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, മിൻ നുത്ഫത്തിൻ അംഷാജിൻ, പുരുഷൻ്റെയും സ്ത്രീയുടെയും കൂടിച്ചേർന്ന ബീജത്തിൽ നിന്നാണ് സന്താനം ജനിക്കുന്നത് എന്നും ഖുർആൻ പ്രഖ്യാപിച്ചു.
അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീക്കും അതിൻ്റേതായൊരു പങ്കുണ്ട്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ബീജങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയും അതിൽ നിന്ന് ആ സിക്താണ്ഡത്തിൽ നിന്നാണ് ഒരു കുഞ്ഞായി മാറുകയും ചെയ്യുന്നത്. അത് പിന്നീട് അലക്കത്ത്, മുളകത്ത് അങ്ങനെ ഘട്ടം ഘട്ടമായി വളരുന്നു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ ആയത്ത് നസ്സാണ്, വ്യക്തമായിട്ടും ഈ കാര്യം പരാമർശിച്ചിരിക്കുന്നു എന്നും പൂർവകാല സമൂഹത്തിൻ്റെ വിശ്വാസം തെറ്റാണെന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു എന്നും തഫ്സീർ ഖുർത്തുബിയിൽ ഈ ആയത്തിൻ്റെ വിവരണത്തിൽ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം അതുകൂടിയാണ്. ഇതോടനുബന്ധമായി അള്ളാഹു സൂചിപ്പിക്കുന്നൊരു കാര്യം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവരാണ്. അടിസ്ഥാനപരമായിട്ട് പടച്ചവൻ്റെ അടുക്കൽ അംഗീകാരം കിട്ടാൻ വേണ്ടത് ഭക്തി മാത്രമാണ്. അതല്ലാത്ത മറ്റൊരു മാർഗവും ഈ വിഷയത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്ദർഭത്തിലെ പ്രസംഗമുണ്ട്. വളരെ ഹ്രസ്വമാണെങ്കിലും വളരെ ശ്രദ്ധേയമായൊരു പ്രസംഗമാണ് മക്ക ഫത്ഹ് ദിനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയത്. മക്ക വിജയ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്തു. ഒട്ടകത്തിലാണെന്ന് തവാഫ് ചെയ്തിട്ടുള്ളത്, ഒട്ടകത്തിൻ്റെ പുറത്തു തന്നെയാണ്. എന്നിട്ട് പിന്നീട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച ശേഷം പ്രവാചകൻ അവിടെ വെച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രസംഗം ചെയ്യുന്നുണ്ട്. ഒരു വിജയദിനത്തിൽ നടത്തുന്ന ചരിത്ര പ്രസിദ്ധമായൊരു പ്രസംഗമാണത്. ആ പ്രസംഗത്തിൽ പ്രവാചകൻ അള്ളാഹുവിനെ സ്തുതിക്കുകയൊക്കെ ചെയ്ത ശേഷം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ തആല ഖദ് അദ്ഹബ അൻകും അബിയ്യത്തൽ ജാഹിലിയ്യ വതഅല്ലുമുഹാ ബിആബായിഹ. ഗോത്രമഹത്വവും പിതാക്കന്മാരുടെ മഹത്വവും പറയുന്ന നിങ്ങളെ ജാഹിലിയ സമ്പ്രദായം അള്ളാഹു ഇതാ ഇന്നത്തോടെ അവസാനിപ്പിച്ചിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി ഫന്നാസു റജുലാൻ, മനുഷ്യർ രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ. റജുലുൻ ബർറുൻ തഖിയുൻ കരീമുൻ അലല്ലാഹ്, ഭക്തിയുള്ള പുണ്യം ചെയ്യുന്ന അള്ളാഹുവിനടുക്കൽ ആദരിക്കപ്പെടുന്നൊരു വ്യക്തി. വറജുലുൻ ഫാജിറുൻ ഷഖിയുൻ ഹയ്യിനുൻ അലല്ലാഹ്, തെമ്മാടിയായ ദൗർഭാഗ്യവാനായ അള്ളാഹുവിനടുക്കൽ നിസ്സാരനായി തീരുന്ന വ്യക്തി. ഇത്തരത്തിൽ ജനങ്ങൾ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഇനി ഉന്നതരും താഴ്ന്നവരും രണ്ട് വിഭാഗമില്ല. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ ആയത്ത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആയത്ത്, ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓതിക്കേൾപ്പിച്ചു. സുമ്മഖാൽ, പിന്നീട് പ്രവാചകൻ പറഞ്ഞു, അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഈ വാക്കുകൾ നിങ്ങളോട് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കും എനിക്കും വേണ്ടി പാപമോചനത്തിന് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയ ദിനത്തിലെ വളരെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം. വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട ദിനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദർശ പ്രഖ്യാപനം നടത്തുക. ആ ദിനത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മനുഷ്യ സാഹോദര്യത്തെ സംബന്ധിച്ച്, മാനവികതയെ സംബന്ധിച്ച് എല്ലാതര ഉച്ചനീചത്വങ്ങൾക്കും എതിരെയുള്ള ഈ ശക്തമായ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ആയത്ത് അവസാനിപ്പിക്കുന്നതോ ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു അലീമുൻ, നിങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയുന്നവനാണ്. ഖബീറും, സൂക്ഷ്മജ്ഞാനിയാണവൻ. അതുകൊണ്ട് അള്ളാഹുവിനറിയാം നിങ്ങളിൽ ഭക്തിയുള്ളവരാരാണ്, ഭക്തിയില്ലാത്തവരാരാണ്, നിസ്സാരന്മാരാരാണ്, ഉന്നതരാരാണ്, എല്ലാം അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പരലോകത്ത് വരുമ്പോൾ സ്വർഗവും നരകവും ലഭിക്കുന്നത്. അതുകൊണ്ട് ഉന്നതി കൈവരിക്കുവാൻ തഖ്വ നിങ്ങൾ നേടുക, ഭക്തി ഉണ്ടാക്കിയെടുക്കുക. മറ്റ് ഗോത്രമഹത്വം കൊണ്ട്, കർമ്മം കൊണ്ട് പിന്തിയവന് ഉന്നതരാകാൻ സാധ്യമല്ല എന്ന വലിയൊരാദർശം ഈ ആയത്തിലൂടെ മനുഷ്യ സമൂഹത്തെ അള്ളാഹു പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഉച്ചനീചത്വങ്ങളിൽ നിന്നും
അധമ ചിന്തകളിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാം മോചനം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഭക്തിയും അംഗീകാരവുമുള്ളവരായി തീരാൻ അള്ളാഹു നമ്മയെല്ലാം സഹായിക്കുകയും ചെയ്യട്ടെ. വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസികളായി മരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.